നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ വരാനിരിക്കുകയാണ്. അടുത്ത സീസണിന് മുന്നോടിയായി മെഗാ താരലേലം നടക്കാനിരിക്കെ ടീമുകളെല്ലാം ഇതിനോടകം തന്നെ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരാണ്. ഇതിനുശേഷം കപ്പിലേക്ക് എത്താൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ കപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണെങ്കിലും ദൗർഭാഗ്യവശാൽ ടീമിന് കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോവുകയാണ്. അടുത്ത സീസണിൽ രാജസ്ഥാൻ കപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടാണ്. സഞ്ജുവിനോടുള്ള ആരാധന തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അടുത്ത സീസണിൽ രാജസ്ഥാൻ കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ രാജസ്ഥാൻ്റെ നായകസ്ഥാനമടക്കം സഞ്ജുവിന് നഷ്ടമായേക്കും. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ എന്ത് വില കൊടുത്തും രാജസ്ഥാന് കപ്പടിക്കേണ്ടതായി ഉണ്ട്. എന്നാൽ കിരീടത്തിലേക്ക് എത്താൻ ചില താരങ്ങളെ രാജസ്ഥാൻ ഒപ്പം കൂട്ടേണ്ടതായുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇതിൽ ഒന്നാമത്തെ താരം റാഷിദ് ഖാനാണ്. അശ്വിൻ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് പടിയിറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് മികച്ചൊരു സ്പിൻ ഓൾറൗണ്ടറെ അത്യാവശ്യമാണ്. ഈ സ്ഥാനത്തേക്ക് റാഷിദ് ഖാനേക്കാൾ മറ്റൊരു ഓപ്ഷൻ ഇല്ല മികച്ചതായി. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായ റാഷിദ് ഖാൻ അടുത്ത സീസണിൽ ടീം വിട്ടേക്കുമെന്നും വിവരങ്ങളുണ്ട്. മെഗാലയത്തിലേക്ക് റാഷിദ് ഖാൻ എത്തിയാൽ എന്ത് വില കൊടുത്തും താരത്തെ ഒപ്പം കൂട്ടാൻ രാജസ്ഥാന് സാധിക്കണം. റാഷിദ് ഖാൻ വന്നാൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും രാജസ്ഥാൻ അത് മുതൽക്കൂട്ടാകും. രാജസ്ഥാന്റെ മറ്റൊരു പ്രശ്നം പേസ് ഓൾറൗണ്ടറാണ്. അവസാന സീസണുകളിലെല്ലാം രാജസ്ഥാനെ പ്രതികൂലമായി ബാധിച്ച മറ്റൊരു പ്രശ്നം പേസ് ഓൾറൗണ്ടറുടെ അഭാവം തന്നെയാണ്. ജേസൺ ഹോൾഡറെ പരീക്ഷിച്ച് പാളിയ ശേഷം ഈ റോളിലേക്ക് മറ്റൊരു താരത്തെ കണ്ടെത്താൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല. ഈ റോളിലേക്ക് അർഷദ് ഖാൻ, നമാൻ ധീർ എന്നിവരിൽ ഒരാളെ രാജസ്ഥാന് പരിഗണിക്കാം. ലക്നൗ സൂപ്പർ ജയൻസ് താരമായ അർഷാദ് ഖാനെ ടീമിലേക്ക് എത്തിക്കാൻ രാജസ്ഥാന് ഇടപെടൽ നടത്താവുന്നതാണ്. നിലനിർത്തപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത താരമാണ് അർഷദ് ഖാൻ. അതുകൊണ്ട് തന്നെ രാജസ്ഥാന് അർഷാദിനെ ഒപ്പം കൂട്ടാവുന്നതാണ്. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരുപോലെ ഉപകാരിയായ താരം കൂടിയാണ് അർഷാദ് ഖാൻ. എന്തായാലും മികച്ചൊരു പേസ് ഓൾറൗണ്ടറെ ഒപ്പം കൂട്ടേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം രാജസ്ഥാന് കപ്പിലേക്ക് എത്തുക പ്രയാസകരം തന്നെയായിരിക്കും. ബാറ്റിംഗ് നിരയിൽ വിശ്വസ്തനായ ഒരു താരം കൂടി അത്യാവശ്യമാണ്. ജോസ് ബട്ട്ലറെ അമിതമായി ആശ്രയിക്കുന്ന ടീമെന്ന ചീത്തപ്പേര് ഇപ്പോഴും രാജസ്ഥാനുണ്ട്. സഞ്ജു സാംസന്റെ സ്ഥിരത എല്ലാവർക്കും അറിയാവുന്നതാണ്. യശസ്വി ജയ്സ്വാൾ വളർന്നു വരുന്ന ഒരു താരമാണ്. റിയാൻ പരാഗും ധ്രുവ് ജുറയിലുമെല്ലാം പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ടോപ്പ് ഓർഡർ തകർന്നാൽ മധ്യനിരയിൽ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ഒരു ബാറ്ററെ അത്യാവശ്യമാണ്. ബെൻ സ്റ്റോക്സ്, ഡേവിഡ് മില്ലർ എന്നിവരിൽ ഒരാളെ ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ രാജസ്ഥാനത കരുത്താകും. ഇത്തരത്തിലൊരു താരത്തിൻ്റെ അഭാവം നിർണായക മത്സരങ്ങളിൽ രാജസ്ഥാനെ തളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പിലേക്ക് എത്താൻ രാജസ്ഥാന് മികച്ചൊരു മധ്യനിര ബാറ്ററെ അത്യാവശ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ ടീമിന് മികച്ച തുടക്കം ലഭിച്ചാൽ വലിയ സ്കോറിലേക്ക് എത്താനുള്ള കഴിവുണ്ട്. ടോപ്പ് 3 നിരാശപ്പെടുത്തിയാൽ രാജസ്ഥാൻ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ നിലവിലെ പദ്ധതികളിൽ ഒരു മാറ്റം അത്യാവശ്യമാണ്. കുമാർ സംഗക്കാര രാജസ്ഥാന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ദ്രാവിഡ് ആ സ്ഥാനത്തേക്ക് എത്തും എന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ ടീമിൽ ആകെ ഒരു അഴിച്ചുപണിയുണ്ടാകും. ഇത് ടീമിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്.